സാർ നമസ്കാരം. നമസ്കാരം. നല്ല മഴയാണ്, നമ്മുടെ മഴക്കാലം ആരംഭിച്ചു. അതുപോലെ തന്നെ വാർത്തകളുടെയും പെരുമഴക്കാലം തന്നെയാണ്. ഇപ്പോൾ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു വാർത്ത നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാവുന്നത്, ബഹുമാന്യനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ പറവൂരിലും അതുപോലെ തന്നെ കൊച്ചിയിലുമെല്ലാം വലിയ വലിയ സ്വീകരണങ്ങളാണ് നൽകിയത്. അത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ ഈ സ്വീകരണങ്ങളിൽ നമ്മൾ എടുത്തു കാണേണ്ടതായ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് സാന്നിധ്യങ്ങളുണ്ടായിരുന്നു. ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി തന്നെയാണ് വയനാട്ടിൽ പുനരധിവാസ ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് വേണ്ടി, സർവസ്വവും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ പിന്മുറക്കാർക്ക് വേണ്ടി പുനരധിവാസ പാക്കേജ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 780 കോടി ജനങ്ങളുടെ പിരിച്ച് അതിൽ നിന്ന് നാമമാത്രമായ തുക മുടക്കിക്കൊണ്ട് അവിടെ വീടുകൾ ഉണ്ടാക്കുന്നു. എന്നാൽ പിന്നീട് ആ വീടുകൾ വിള്ളൽ വരികയും ആളുകൾക്ക് താമസിക്കാൻ പറ്റാതെ വരികയൊക്കെ ചെയ്തു. അത് പിന്നീടുള്ള ചരിത്രം. പക്ഷെ ആ വീടുകൾ നാട്ടിന് സമർപ്പിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ മലയാളത്തിൻ്റെ മഹാനടനായ കൈരളി ചാനലിൻ്റെ ഒരു കാലത്ത് വലിയ സാന്നിധ്യം പദവിയൊക്കെ വഹിച്ചിരുന്ന മമ്മൂട്ടിയെ അങ്ങോട്ടേക്ക് പിണറായി വിജയൻ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി അന്ന് ഒരു കണ്ടീഷൻ വച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോകാം, പക്ഷെ ഒരു കാരണവശാലും ഇടതുപക്ഷ പ്രവർത്തകരാരും തന്നെ എൻ്റെ ഒപ്പം ഉണ്ടാകാൻ പാടില്ല, അതൊരു പാർട്ടി പരിപാടിക്ക് ഞാൻ വന്നു എന്നുള്ളൊരു അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പിണറായി തത്വത്തിൽ അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ DYFI പ്രവർത്തകനായ സജീവ പ്രവർത്തകനായ റഷീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം മമ്മൂട്ടിയോടൊപ്പം പലയിടങ്ങളിലും കൂടെ നിന്നപ്പോൾ മമ്മൂട്ടി തന്നെ അത് വളരെ അലോസരം ഉണ്ടായിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കൂ, ഞാൻ നിങ്ങളുടെ ഒപ്പം വന്നതാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്ന് അപ്പോൾ തന്നെ മമ്മൂട്ടി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ മഹാനടനായ മോഹൻലാലിനെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഏതാണ്ട് കോടിക്കണക്കിന് രൂപ, ഇപ്പോഴും അതിൻ്റെ കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടില്ല, മലയാളത്തിലേതുൾപ്പെടെ ദേശീയ മാധ്യമങ്ങളുടേതുൾപ്പെടെയുള്ള വലിയ വലിയ സ്ലോട്ടുകൾ എടുത്തുകൊണ്ട് മോഹൻലാലിനെ വെച്ച് ഏതാണ്ട് 1 മണിക്കൂർ നേരം വരുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്യുകയും അത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ വി ഡി സതീശന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ നാടിൻ്റെ അനുമോദനവും ആദരവും കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ 2 നടന്മാരും പിണറായി വിജയന്റെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി ഞങ്ങളെ ഉപയോഗിച്ചു എന്നുള്ള ജനങ്ങളുടെ ആ ഒരു പരാതി മാറ്റുന്നതിന് വേണ്ടിയാണോ എന്നറിയില്ല, അതോ അവർ സ്വമേധയെ എത്തിച്ചേർന്നതാണോ എന്നും അറിയില്ല, അതോ ഇനി ക്ഷണപ്രകാരം വന്നതാണോ എന്നറിയില്ല. എന്തായാലും ഒരു പശ്ചാത്താപം പോലെ തന്നെയാണ് ഈ 2 പേരും. മമ്മൂട്ടി കൊച്ചിയിലും മോഹൻലാൽ വി ഡി സതീശന്റെ സ്വന്തം നാടായ പറവൂരിലും എത്തി അനുമോദന യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയായ വി ഡി സതീശന് പൊന്നാടയിട്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി എന്ന രീതിയിൽ വി ഡി സതീശന് എല്ലാ വിഭാഗത്തിൻ്റെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് 2 പേരും ആശംസയിലൂടെ അറിയിച്ചത്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഇതേ വാർത്തകൾ തന്നെ, അതായത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും എല്ലാം ഈ വാർത്തകൾ തത്സമയം പ്രക്ഷേപണം ചെയ്ത ഒരാളെന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എന്താണ് സാറിൻ്റെ അഭിപ്രായം? അതായത് മമ്മൂട്ടിയും മോഹൻലാലും കേരളത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മലയാളികളുടെ മനസ്സിൽ ഇവർക്കുള്ള സ്ഥാനം മറ്റുള്ളവർക്കാർക്കും ഇല്ല എന്നുള്ളതും സത്യമാണ്. എത്ര തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാലും അവർക്കൊന്നും പൈസ കൊടുത്ത് വാങ്ങി ഉണ്ടാക്കാൻ പറ്റുന്നതല്ല ഇവർക്ക് ഉണ്ടായിട്ടുള്ള, ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിശ്വാസവും അതല്ല ആരാധനയും. ഇപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് വി ഡി സതീശൻ ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയായി തീർന്നത്. അദ്ദേഹം ആദ്യം ഇലക്ഷനിൽ വൻ വിജയം നേടി. അതിനുശേഷം അദ്ദേഹത്തെ വെട്ടിമാറ്റാൻ ശ്രമിച്ചപ്പോൾ ജനം ഒന്നിച്ച് രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ തെരുവിലേക്ക് ഇറങ്ങുകയും അതിൻ്റെ പ്രതിഫലനമായി ഡൽഹിയിൽ നിന്ന് അവസാന ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കേണ്ടി വന്നു, വി ഡി സതീശനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന്. തീരുമാനം തിരുത്തേണ്ടി വന്നു. ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാവാത്ത ഒരു തീരുമാനമായിരുന്നു അത്. കാരണം ജനവികാരം എന്താണ് അതിനോടൊപ്പമാണ് ഹൈക്കമാൻഡ് എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരള രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമായിരുന്നു നിയമസഭയ്ക്കകത്തും പുറത്തും വി ഡി സതീശൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൃത്യമായി ഏൽക്കേണ്ടടുത്ത് ഏൽക്കുകയും ജനങ്ങളുടെ മനസ്സിൽ
ഹീറോ പരിവേഷം വരികയും അങ്ങനെ അദ്ദേഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ടീം UDF എന്ന സംവിധാനത്തിൻ്റെ വിജയം ഉറപ്പിച്ചത്. എല്ലാവരും കൂടി ചേരുമ്പോൾ മാത്രമാണ് ആ ടീം UDF വിജയം ഉണ്ടാകുന്നുള്ളൂ. സെപ്പറേറ്റ് നിൽക്കുമ്പോൾ കോൺഗ്രസ് വേറെ മുസ്ലിം ലീഗ് വേറെ നിൽക്കുമ്പോൾ ആ ടീം UDF ഉണ്ടാവുന്നില്ല. എന്നാൽ മുന്നണിയിൽ യാതൊരു അസ്വസ്ഥതകളൊന്നും ഉണ്ടാവാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിൽ വിജയം കണ്ടു. മാത്രമല്ല കൃത്യമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ആളാണ് VD സതീശൻ എന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ള പോലെ തന്നെ അദ്ദേഹം അധികാരത്തിലേറ്റ ശേഷം അദ്ദേഹം എടുത്ത തീരുമാനങ്ങളും ജനങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. തുടക്കം ഗംഭീരമാക്കി. മാത്രമല്ല കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത അതീവ ഗുരുതരമായ തെറ്റുകൾ നിമിഷ നേരം കൊണ്ടാണ് അദ്ദേഹം തിരുത്തിയത്. എന്നിട്ട് അവർക്ക് വേണ്ട ആശ്വാസവും പ്രഖ്യാപിച്ചു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ആശാ വർക്കർമാരുടെ കാര്യവും അതേപോലെ തന്നെ നമ്മൾ കേരയിൽ വഴി പിണറായി വിജയൻ നടത്തിയ തോന്നിവാസങ്ങളും അതെല്ലാം ക്ലിയർ ചെയ്താൽ ഇരകളായ കേസിൽപ്പെട്ട ആൾക്കാരെ അദ്ദേഹം കുറ്റമുക്തരാക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ അതിവേഗത്തിലാണ് നടന്നതെന്ന് ഓർക്കണം. എല്ലാം മിന്നായം പോലെയാണ് നടക്കുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് വിസ്മയമായ സിനിമയിൽ മാത്രം കാണുന്ന ത്രില്ലർ സിനിമകളിൽ മാത്രം കാണുന്ന ഇത്തരം കാര്യങ്ങളുമായിട്ടാണ് അദ്ദേഹം എറണാകുളത്ത് സ്വീകരണത്തിലെത്തിയത്. ജനകീയ സ്വീകരണത്തിന് 2 സ്വീകരണമാണ് ഇന്നലെ നടന്നത്. ആദ്യത്തെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു, പിന്നീട് പറവൂരിലാണ്. ആദ്യത്തെ സ്വീകരണത്തിൽ മമ്മൂട്ടിയാണ് പങ്കെടുത്തത്. മമ്മൂട്ടി പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം അദ്ദേഹത്തിൻ്റെ തലയിൽ ഉണ്ട് എന്ന് അദ്ദേഹം സ്വയം വിശ്വസിച്ചിരുന്നു. കാരണം ഒരു പാപഭാരത്തെ, അതായത് 5 വർഷം കേരള ജനതയെ മുച്ചൂട് നശിപ്പിച്ച് ജനങ്ങളുടെ മേൽ പല ഭാരങ്ങളും കെട്ടിവെച്ച ഒരു വൃത്തികെട്ട മനുഷ്യന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വയനാട്ടിൽ പോവുകയും അതിൽ സ്വയം അപമാനിതനാകേണ്ടി വരികയും ചെയ്തു. അവിടെ DYFക്കാർ അദ്ദേഹത്തിന് ചുറ്റും നിന്ന് അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സമ്മതിക്കാതെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് തടയിടുന്നതും മമ്മൂട്ടിയെ മുതലെടുക്കുന്നതും കണ്ട മമ്മൂട്ടി മാറി നിൽക്കാൻ പറയുക മാത്രമല്ല, അത് വലിയ വാർത്തയാകുക മാത്രമല്ല, ഇത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണമാണ്, അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ നടത്തണമെന്ന് മുഖത്തടിച്ച പോലെ പിണറായിക്ക് തിരിച്ചടി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതാണ് അതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കാരണം മമ്മൂട്ടിയുടെ ഈ ജനകീയ സ്വീകാര്യത കണക്കിലെടുത്തുകൊണ്ട് മമ്മൂട്ടിയെ അവിടെ രംഗത്തിറക്കി ഈ ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നൽകിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി, അത് തെരഞ്ഞെടുപ്പിന് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയ മമ്മൂട്ടി പറഞ്ഞ കാര്യം, ഇത് ഞാനും നിങ്ങളും അടക്കമുള്ള ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ചെയ്ത വികസന പ്രവർത്തനമാണ്. നമ്മുടെ സഹോദരന്മാർക്ക് നമ്മൾ ചെയ്ത ഒരു കൃത്യമായ ഒരു പുനരധിവാസ പാക്കേജാണ് ഇത്. നിങ്ങളുടെയും എൻ്റെയും ഈ പൊതുസമൂഹത്തിൻ്റെയും ഒരു ദയാശീലമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. മമ്മൂട്ടി പറഞ്ഞ വാചകങ്ങൾ അനർത്ഥമാക്കിക്കൊണ്ടാണ് കുറച്ച് സമയത്തിനുള്ളിൽ പിണറായി വിജയൻ തൻ്റെ തനി സ്വഭാവം മുണ്ടക്കൈ ദുരന്തത്തിൽ നിർമ്മിച്ച വീടുകളിലൂടെ പ്രത്യക്ഷപ്പെട്ടത്. അധികം താമസിയാതെയാണ് വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യം വരികയും വെറും 10 ലക്ഷം രൂപ മുടക്കുള്ള ഒരു വീടിന് 20 ലക്ഷം രൂപ ചേർക്കുകയും അങ്ങനെ 178 വീടാണ് ആദ്യം ഉണ്ടാക്കിയത്. മാത്രമല്ല 400 വീടുകൾക്ക് 300 കോടി രൂപയാണ് ഒരാളുകൾ അടിച്ചെടുത്തത്. അതായത് മാക്സിമം പോയാൽ എങ്ങനെ ആയാലും ഒരു സ്കൂളും അതേപോലെ മറ്റു ആരാധനാലയങ്ങളും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലും സ്കൂൾ ഗ്രൗണ്ടും എല്ലാം കഴിഞ്ഞാലും അവിടെ ഹോസ്പിറ്റലും എല്ലാം ചിലവ് കഴിഞ്ഞാൽ ഒരു 50-60 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ 75 കോടിക്ക് തീരുന്ന പ്രശ്നം 300 കോടി രൂപയാണ് അവർക്ക് കൊടുത്തത്. മാത്രമല്ല 750 കോടി രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് മാസങ്ങളോളം, ഒരു കൊല്ലത്തോളം അവർ ഇതൊക്കെ ദുരന്തം അനുഭവിച്ചിട്ടും അവർക്ക് യാതൊരു തരത്തിലും ആശ്വാസം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം. മാത്രമല്ല സാർ, അതിലൊന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ. ഇത്രയും പണം പിരിഞ്ഞു കിട്ടിയിട്ടും അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഭാഗമാക്കാൻ വേണ്ടി ആ തെരഞ്ഞെടുപ്പ് വരെ അത് നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ദുരൂഹമായ കാര്യം. എന്നിട്ടോ അതിന്റെ പൂർത്തീകരണം ഉണ്ടായോ? ഇല്ല. താമസിക്കാൻ പറ്റുമോ? എല്ലാവരും മുന്നിൽ നാഷണൽ പത്രങ്ങളിലടക്കം ഇതുപോലൊരു മുഖ്യമന്ത്രി ലോകത്തിലെവിടെയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് നാഷണൽ പത്രങ്ങളിൽ ചാനലുകളിലുമാണ് ഏകദേശം 100 കോടി രൂപ ചെലവഴിച്ച് പരസ്യം ചെയ്തത്. അത് പച്ചക്കള്ളമായിരുന്നു എന്ന് ഇവിടെ സാധാരണക്കാർക്കറിയാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്
താൻ ചെയ്ത കുറ്റം ത്തിന് പരിഹാരം ജനകീയനായ വി.ഡി. സതീശനിലൂടെ അദ്ദേഹം കൃത്യമായി ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ അദ്ദേഹം മമ്മൂട്ടി വരികയും അസുഖബാധിതനെ മമ്മൂട്ടി വരികയും പരസ്യമായി തന്നെ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തത് അത് പിണറായി വിജയനുള്ള മുഖത്തടിയെ തന്നെയാണ്. തീർച്ചയായും. കാരണം അതാണ് സാർ പറഞ്ഞതാണ് അതിലെ പോയിന്റ്. കാരണം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അന്ന് വി.ഡി. സതീശൻ ഐക്യത്തോടു കൂടി ടീം UDF-ന് നയിക്കുമ്പോൾ തീർച്ചയായും ഇത്തരം സർക്കാരിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടുള്ള പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് നടത്തപ്പെട്ടിട്ടുള്ള പരിപാടിയുടെ ഭാഗമായി മമ്മൂട്ടി വരുമ്പോൾ തീർച്ചയായും അത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDF-ന് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് രാഷ്ട്രീയ അവബോധമുള്ള മമ്മൂട്ടിക്ക് നന്നായിട്ട് അറിയാം. അത്തരത്തിൽ ഒരു പ്രവർത്തനത്തിന് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു പ്രവൃത്തിക്ക് പശ്ചാത്താപം എന്ന രീതിയിൽ തന്നെ ആവാം. മാത്രമല്ല മമ്മൂട്ടിക്കൊരു കൃത്യമായി മനസ്സിലായി ജനങ്ങൾ കംപ്ലീറ്റ് പിണറായി വിജയനെതിരായിരുന്നു. താൻ കൂടി അതിന് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയത് തനിക്ക് കൂടി എൻ്റെ ചീത്തപ്പേരുണ്ടായിട്ടുണ്ട്. ആ ചീത്തപ്പേര് ആ കറ തൻ്റെ മേല് വീണ കറ ചളി കളയേണ്ടത് അത്യാവശ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എത്തിയതും ആത്മാർത്ഥമായ ഒരു പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുള്ളതും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല മുഖ്യമന്ത്രിമാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ച ആന്ധ്ര മുഖ്യമന്ത്രിയെയും മറ്റുള്ള മുഖ്യമന്ത്രിമാരെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ജീവിതത്തിലെ മുഖ്യമന്ത്രിയാണ്, വളരെ കഷ്ടപ്പാടും വിഷമങ്ങളും ഉണ്ടാകുമെന്നറിയാം. എന്നിരുന്നാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ വി.ഡി. സതീശൻ സ്വതസിദ്ധമായ ശൈലിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുകയായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായ വിഷനുണ്ട്, അത് നടത്തിക്കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്, എല്ലാവരെയും കൂട്ടിവെച്ചിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതാണ് വി.ഡി. സതീശൻ. ഇനി മറ്റൊരു വശത്തെ നടന്നാൽ നമ്മൾ പറവൂരിൽ നടന്ന സമ്മേളനത്തിൽ വളരെ ഹൃദ്യമായ രൂപത്തിലാണ് മോഹൻലാൽ സംസാരിച്ചത്. അതായത് ജനങ്ങളുടെ പിന്തുണയോടെ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ അധികാരത്തിൽ ക്രൈം ത്രില്ലർ സിനിമകളെ പോലെ ഒരു പര്യവസാനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണ്. കാരണം വി.ഡി. സതീശനുള്ള ജനപിന്തുണ അത് അദ്ദേഹം തിരിച്ചറിയുകയും അത് ഉണ്ടായ വഴികൾ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായില്ല. മാത്രമല്ല കഴിഞ്ഞ അവസാന കാലഘട്ടത്തിൽ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ വികൃതമായ മുഖം, ചോര വാർന്നൊഴുകുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളും അതേപോലെ ചുണ്ടുകളും, ആ മുഖവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിയും ജനങ്ങളെ മുന്നിൽ സുന്ദരനാക്കാൻ വേണ്ടിയും പുഞ്ചിരിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലിനെ കൊണ്ടുവന്നത്. മോഹൻലാലിൻ്റെ ഇത്രയും കാലത്തെ എഫേർട്ട് വഴി കഷ്ടപ്പാടും ത്യാഗങ്ങളും വഴി ഉണ്ടാക്കിയെടുത്ത യശസ് തൻ്റെ തനിക്കുണ്ടായിട്ടുള്ള ഡാമേജുകൾ തിരുത്താൻ സഹായകമാകും എന്നുള്ള ഉദ്ദേശത്തിലാണ് മോഹൻലാലിനെ കൊണ്ടുവന്ന് ഒരു ഇൻ്റർവ്യൂ ഒക്കെ സംഘടിപ്പിച്ച് എഴുതി കൊടുത്ത ഇൻ്റർവ്യൂ എടുത്ത് ചിരിപ്പിച്ച് അഭിനയിപ്പിച്ച് എനിക്ക് ചിരിക്കാനും അറിയാമെന്ന് ലോകത്തെ വികൃതമാണെങ്കിലും അത് തെളിയിപ്പിക്കാൻ വേണ്ടി മോഹൻലാലിനെ കൊണ്ടുവന്ന് കോടികൾ ചെലവഴിച്ചത്. പ്രശസ്ത സംവിധായകനായ രാജീവ് നാഥിന്റെ സംവിധാനത്തിലാണ് അത് ഒരുങ്ങിയെന്ന് വേണം. അതായത് നാച്ചുറൽ അല്ല എന്നർത്ഥം. കൃത്രിമമായിട്ട് പഠിപ്പിച്ചുണ്ടാക്കി കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുകയാണ് അതിലൂടെ. അതന്നെ അദ്ദേഹം ബോർഡുകൾ വെച്ച് കണ്ടില്ലേ കേരളത്തിലെ മറ്റാരുണ്ട് ഞാനല്ലാതെ. കാരണം ആരുമില്ല, എത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ കേരളത്തെ നശിപ്പിച്ചുള്ള ഒരു മനുഷ്യൻ വേറെ ആരും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പട്ടിയടക്കമാണ് മോഹൻലാലിൽ ഉൾപ്പെടെ. അപ്പൊ പട്ടി അടക്കം മനുഷ്യസ്നേഹിയാണ്, മാത്രമല്ല മൃഗസ്നേഹിയാണ് കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ കാണിച്ചത്. പക്ഷെ ഇതൊക്കെ വെള്ളത്തിൽ വരച്ച പോലെ അവസാനം ഐസ് കട്ടയിൽ പെയിന്റ് അടിച്ച പോലെ എന്നുള്ള രൂപത്തിൽ കാര്യങ്ങൾ അങ്ങോട്ട് ഒലിച്ചുപോയി. മാത്രമല്ല ജനങ്ങൾ മമ്മൂട്ടിയോട് മോഹൻലാലിനോട് ഉണ്ടായിരുന്ന വിരോധം, അവർക്ക് ഉണ്ടായിരുന്ന യശസ്സും ഇതും ഒക്കെ തന്നെ ഡാമേജ് പറ്റി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലരും മോഹൻലാലിനെയും മമ്മൂട്ടിയെ എടുത്തിട്ട് വറുത്തരച്ചു എന്നുള്ളതാണ് സത്യം. ഞാനടക്കം ചെയ്തിട്ടുണ്ട്. കാരണം പണത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്ന ഇവന്മാരെ പോലുള്ള ആൾക്കാരെ ഈ നാട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ജനഹിതം അതല്ല, അതിനെ പൈസ കിട്ടിയാൽ എന്തും ചെയ്യാം, പിണറായി വിജയനെ നന്നാക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ മൗഢ്യമാണ് എന്ന് ഇന്ന് ജനങ്ങൾ തെളിയിച്ചു. മോഹൻലാലിനും മമ്മൂട്ടിക്ക് അത് മനസ്സിലാവുകയും തെറ്റിദ്ധരുത്താൻ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശരിക്കും വന്നിരിക്കുന്നത്. ആ പ്രായശ്ചിത്തം അവർ ക്ഷണിച്ചിട്ടുണ്ടാവാം, അല്ലാതെ ഇരിക്കാം. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന 2 മഹാനടന്മാരാണ് കേരളത്തിന് സംഭാവനയായി കിട്ടിയിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ സ്വന്തമായിട്ടുള്ള 2 പേരാണ്. അവരുടെ യശസ്സും പ്രശസ്തിയും മറ്റൊരാൾക്ക് കടമെടുത്ത് മുതലാക്കാൻ ശ്രമിച്ചാൽ അത് ചെലവാവില്ല, അവർക്ക് മാത്രം യോജിക്കുന്ന കാര്യമാണ്.
അപ്പോൾ അവർ സത്യസന്ധമായി പെരുമാറുമ്പോൾ ജനങ്ങൾ അംഗീകരിക്കും. എതിർത്താൽ അത് മോഹൻലാലല്ല മമ്മൂട്ടി ആയാലും ചവിട്ടിക്കൂട്ടും. അതിന് തെളിവാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ജനങ്ങൾ കാണിച്ചിട്ടുള്ളത്. CPM അണികൾ പോലും മമ്മൂട്ടിയെ മോഹൻലാലിനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് യാഥാർത്ഥ്യബോധത്തോടുകൂടി പശ്ചാത്താപത്തോടുകൂടി സത്യസന്ധമായി കുറ്റബോധം തലയിൽ കയറ്റി അവർ കൃത്യമായി വന്ന് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞത്. അത് സത്യസന്ധമായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും VD സതീശൻ ഇതിനെ യാഥാർത്ഥ്യബോധത്തെ കാണുകയും സാധാരണ മമ്മൂട്ടി മോഹൻലാൽ മാത്രമല്ല ഓരോ സാധാരണക്കാരനും വന്ന് തൻ്റെ കഴുത്തിൽ ഷോളഴിക്കാൻ സ്വീകരിക്കാൻ വന്നവർക്ക് പോലും അവസരം കൊടുത്ത് മാത്രമാണ് രണ്ട് സ്ഥലത്തുനിന്നും അദ്ദേഹം താഴേക്കിറങ്ങിയത് എന്നുള്ളതാണ് പ്രധാനം. പിണറായി വിജയൻ കാണുന്ന പോലെ ആ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പത്രക്കാരെ അടക്കം ഓട്ടിക്കുന്ന മാതിരിയല്ല. അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ ഒരാൾക്ക് താല്പര്യമുണ്ടെന്ന് കണ്ടാൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ താല്പര്യം ഒരു ഇതുമില്ലാതെ സെക്യൂരിറ്റീൻ്റെ പ്രശ്നമില്ലാതെ നേരിട്ട് കയറി ചെന്ന് അദ്ദേഹത്തിന് കഴുത്തിൽ ഷാൾ അണിയിക്കുകയും പൂവുകൾ കൊടുക്കുകയും അങ്ങനെ സ്നേഹം പങ്കിടുകയും ചെയ്തിട്ടാണ് അദ്ദേഹം അവിടുന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ളത് തന്നെ. അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാർ ഇതിലിപ്പോൾ സാർ ചൂണ്ടിക്കാണിച്ചാൽ അതിൽ ദയനീയമായ അല്ലെങ്കിൽ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം 10 വർഷക്കാലം കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അതീതമായി സമ്മതിയുള്ള ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന 2 മലയാളത്തിലെ അതുല്യ പ്രതിഭകളെ സ്വാധീനിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി നടത്തിയ ആ ശ്രമങ്ങളെല്ലാം ജനം പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം രാഷ്ട്രീയപരമായി മുഖ്യമന്ത്രിയായിരുന്ന ഒരു പാർട്ടിയുടെ സമുന്നത നേതാവ് അധപ്പതിച്ചു. 2 സിനിമാ നടന്മാരുടെ ജനകീയ സ്വീകാര്യതയുള്ള 2 സിനിമാ നടന്മാരുടെ ആ പ്രശസ്തി തങ്ങളുടെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വളരെ സൂത്രം ഉപയോഗിച്ചുകൊണ്ട് അവരെ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു ആശയപരമായ പാപ്പരത്തമായി പോയി. CPM പോലുള്ള ഒരു പാർട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും അത് തന്നെയായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, CPMന്റെ ആശയങ്ങളൊക്കെ പോയിട്ട് കുറേ കാലമായല്ലോ. ആശയങ്ങളൊക്കെ വിട്ടുപോയി. ഏകാധിപതി CPMനെ കയ്യിലൊതുക്കി അത് മറയാക്കി തട്ടിപ്പുകൾ നടത്തുകയാണല്ലോ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വലിയ പബ്ലിസിറ്റി കൊടുക്കുക, എന്നാൽ ജനങ്ങളെല്ലാം അംഗീകരിച്ചു എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. തൽക്കാലം കിറ്റും പെൻഷനും കൊടുത്ത് പറ്റിച്ചാൽ എല്ലാം നടക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യാമോഹങ്ങളും സ്ഥിരമായിട്ടുള്ള ജനങ്ങളെ പറ്റിക്കാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളും കംപ്ലീറ്റ് കുഴിച്ചു മൂടി ജനങ്ങൾ എന്നുള്ളതാണ് സത്യം. അതിൻ്റെ തിരിച്ചടി കിട്ടിയിട്ടുള്ള 2 നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഇപ്രാവശ്യം കിറ്റിന് പകരം കിറ്റ് കൊടുത്താൽ പറ്റില്ല എന്ന് കണ്ടിട്ടാണ് മമ്മൂട്ടിയും മോഹൻലാലിലേക്ക് ഇറക്കിയെന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് അതെ, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ യശസ്സും പ്രശസ്തിയും അതേപോലെ ജനങ്ങളുടെ ആരാധനയും മുതലെടുത്താൽ തനിക്ക് ആ പകരം ഉണ്ടാക്കിയെടുക്കാം, തൽക്കാലം വിജയം, പിന്നെ വരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് പോരെ എന്നൊക്കെയായിരുന്നു. പക്ഷെ ജനങ്ങൾ കഴുതകളല്ല എന്ന് ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അത് തന്നെയാണ് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത്. ജനങ്ങൾ ആണ് തീരുമാനിച്ചത്. അതെ, ജനങ്ങൾ തന്നെയാണ്. അത് മമ്മൂട്ടി മോഹൻലാൽ ഓർക്കുന്നത് നന്ന്.